Good afternoon. Good afternoon. Good afternoon. Good afternoon, miss. Good afternoon, miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഇന്ന് ആരാണ് prayer? ഞാനാണ് മാം. ഹലോ. പറഞ്ഞോടാ. I am to worship, here I am to bow down, here I am to say that you are my God. You are together lovely, all together worthy, all together wonderful to me. Thank you. Sign in ആരാ പറയണേ? Sign in ആരാ പറയണേ? ഫൈസല്ലേ? മാം ഞാന് പറഞ്ഞോടാ. Sign in പറഞ്ഞോട്ടോ ആരാന്ന് വെച്ചാല്. മുഫൈസയാണ്, വന്നിട്ടില്ല. ഓക്കെ, പറഞ്ഞോട്ടോ. വേറൊരാളൊന്ന് പറയണമെന്നല്ലായിരിക്കും. Good afternoon, ma'am. I am Ufaisa. Roly poly, up, up, up. Roly poly, down, down, down. Roly poly, in, in. Roly poly, out, out, out. Roly poly, slow, slow, slow. Roly poly, fast, fast, fast. Roly poly, clap, clap, clap. Roly poly, jam, jam, jam. Thank you, ma'am. Thoughts of the day. പറഞ്ഞോ. Thoughts of the day ആരാ പറയണേ? വന്നിട്ടില്ലേ? റസീനായിരുന്നു, വന്നിട്ടില്ല. ഓക്കെ, വേറെ ആരെയും പറഞ്ഞോ റസീൻ അല്ലെങ്കിൽ? മിസ്സേ ഞാൻ പറയാം. Good afternoon all. My name is Nisha. The earth provides enough to satisfy every man's needs, but not every man's greed. Thank you. ഒന്നും കൂടി പറയോടാ. എന്താ മിസ്സേ? ഒന്നുകൂടി പറയോ. Earth provides every man. The earth provides to. വേറെ ഒരെണ്ണം പറയാനാണോ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനാണോ? ഇതൊന്നും കൂടി പറയാനായിട്ടാണ്. The earth provides enough to satisfy every man's needs, but not every man's greed. ഓക്കെ, മനസ്സിലായി. ഞാൻ അവസാനം കേട്ടില്ല, വേദായിട്ടില്ല. മലയാളം എനിക്ക് പറയാനും അറിയില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് അങ്ങ് പറയേ. കുഴപ്പമില്ല. നമുക്ക് അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം നമുക്ക് തരുന്നുണ്ട്. ഭൂമി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മള് മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നുണ്ടോ? നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല, അതാണ് സത്യം. നമ്മുടെ ആ ഒരു ഇത് അങ്ങനെ സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു മിസ്സേ. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സില് ഞാൻ പ്രോട്ടീൻ അല്ലേ എടുത്തത്? അതെ, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി അല്ല, ജസ്റ്റ് എഴുതിട്ട് വരാൻ പറഞ്ഞാണ്.
അത് നമുക്ക് വൈറ്റമിൻസ് എടുക്കുമ്പോ ഡിസ്കസ് ചെയ്യാലോ അല്ലെ? അതായിട്ട് റിലേറ്റ് ചെയ്യണല്ലേ? പേജ് നമ്പർ 11 കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ് എന്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീനിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 2 ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏതൊക്കെയാണ് 2 ടൈപ്പ് പ്രോട്ടീൻസ്? Animal protein, vegetable protein. Vegetable protein. Animal protein examples പറഞ്ഞു. Egg, beef, fish, dairy products, soya, chicken, etc. Vegetable protein flat beans, black beans, peanuts, soya, cashew nuts. Okay. സോയ ഇതല്ലേ വെജിറ്റബിൾ പ്രോട്ടീൻ അല്ലേ? സോയ വെജിറ്റബിൾ ആണ്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഡൗട്ട് തോന്നി. കുഴപ്പമില്ല. പ്രോട്ടീൻസ് എന്തിനൊക്കെയാണ് ആവശ്യം? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽ, റിന്യൂവൽ ഓഫ് റെപ്ലിക്കേഷൻ, പിന്നെ ഫോർമേഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. പിന്നെ പറഞ്ഞത് ഹെൽപ്സ് ഇൻ റിപ്പയറിംഗ് ആൻഡ് റീപ്ലേസിംഗ് ബോഡി സെൽസ് ആൻഡ് ടിഷ്യൂ. ഇതിനൊക്കെ ആവശ്യമാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫാറ്റ്സ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ ഏതാണ്? ഫാറ്റ്സ് ആണ് കേട്ടോ. ഈ ഫാറ്റ്സ് എന്തിനൊക്കെയാണ് ആവശ്യം? ബോഡി ബിൽഡപ്പ് ചെയ്യാന്. ഒരു മിനിറ്റ്, സൗണ്ടിന് വല്ല പ്രശ്നമുണ്ട്? നേരത്തെയും ഈ ക്ലാസ്സിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ വിട്ട് പോണ പോലെ ഒക്കെ തോന്നുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണോ കേട്ടോ. എക്കോ ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ ഒന്ന് എന്തെങ്കിലും പറഞ്ഞേ. കുഴപ്പമില്ല അല്ലെ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ പറയണേ. ഇല്ല അല്ലെ? വിട്ട് പോണതൊക്കെ പറയണ്ടായിരുന്നു കംപ്ലൈന്റ്. ചില വേർഡ്സ് ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല. ഈ ഫാറ്റ്സ്, നമുക്ക് ഇതിന്റെ ഫാറ്റ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യാനും ഫാറ്റ് വേണം. ചില എനർജി ചില വൈറ്റമിൻസ് ഒക്കെ എന്താണ് എന്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഫാറ്റ്സിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതെ, അതല്ലേ ഞാൻ ഇത് പറഞ്ഞത്, ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അതെ അതെ. ഏതൊക്കെ ഫാറ്റ്സിൽ ഡിസോൾവ് ആവുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളല്ലേ? Vitamin A, vitamin D, E, K. Vitamin A, vitamin D, E, K. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ. നമുക്ക് നോക്കാം. ഈ വൈറ്റമിൻ ഏത് ഡെഫിഷ്യൻസി ഉണ്ട് ഓരോന്നിനും നമുക്ക് പറയുന്നുണ്ട് ഇന്ന കാര്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഏത് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്? Carrot, sweet potato, spinach, എന്നിവ. ഓർഗാനോമിക്സ്, മിൽക്ക് പ്രൊഡക്ട്സ്, അതൊക്കെ വൈറ്റമിൻ എ ആഗീരണം ചെയ്യാനായിട്ട്, വൈറ്റമിൻ എ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അല്ലെ, വൈറ്റമിൻ എ എന്തിന്റെ ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അറിയോ? കണ്ണിന്റെ പ്രവർത്തനത്തിനും എല്ലിന്റെ പ്രവർത്തനത്തിനൊക്കെ നല്ലതായിരിക്കും. ഇനി ഫാറ്റിൽ സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഡി ആണ്. വൈറ്റമിൻ ഡി. അത് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ ഡി സൺലൈറ്റ്. ഓക്കെ, നമ്മള് എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ കുറച്ച് ടൈം ഉണ്ട്, ഒരു 6 മാസത്തിനുള്ളിൽ കണ്ടൊരു ന്യൂസ് ആണ്. മെലാറ്റിന്റെ കുറവ് കൊണ്ട് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സിനിമ നടിക്ക് ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? സമന്തയല്ല, നമ്മുടെ മമത. പാണ്ഡുരോഗം പോലെ നിങ്ങൾ കേട്ടിരുന്നോ ന്യൂസ്? ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം വരുന്ന ഒരു അസുഖമുണ്ടത്. മനസ്സിലായോ? വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ എന്താവുന്നില്ല,
അത് കിട്ടാതെ വരുമ്പോ വരുന്നൊരു അസുഖം. മമതാസ് ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് റേഡിയേഷൻ തെറാപ്പി ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണ്. മെയിൻ ആയിട്ട് വൈറ്റമിൻ ഡി ബോഡിയിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ് ആ അസുഖം വന്നത്. ഈ വൈറ്റമിൻ ഡിയുടെ എന്താ മരണപ്പെട്ടോ ടീച്ചറെ? ഞാൻ അറിഞ്ഞില്ല. മരണപ്പെട്ടിട്ടൊന്നുമില്ല. മരിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അസുഖമാണ് അല്ലേ? അവരെ ഫേസിലെ സ്കിന്നിന് പ്രോബ്ലം വന്നതേ. സ്കിന്നിന് പ്രോബ്ലംസ് ഫുള്ളും എന്താ പറയാ, ക്യാൻസർ ആയിട്ട് കുറെ റേഡിയേഷൻ അടിച്ചിട്ട് ആ പ്രശ്നമല്ലായിരുന്നോ? നിങ്ങൾ ആ അസുഖം ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരണോട്ടാ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയെന്ന് അറിഞ്ഞോളാം. ഏത് അസുഖം ടീച്ചറെ? ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വന്ന അസുഖം ഒന്ന് നോക്കിയിട്ട്, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം വരുന്ന അസുഖങ്ങൾ. മിസ് എന്റെ മോക്ക് ഉണ്ടായിരുന്നു വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് നടുവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അബ്സോർബ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് വരാറ്. ഹെൽത്ത് ഇഷ്യൂസ് ബോണിലും അതേപോലെ തന്നെ ടീത്തിനൊക്കെ ചെറുതാവുമ്പോ വൈറ്റമിൻ ഡിന്റെ ഒരു തുള്ളി മരുന്ന് കൊടുക്കാറില്ല. ജനിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പെട്ടെന്ന് സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ പല്ലിന്റെ പ്രോബ്ലം വരുന്നത് വൈറ്റമിൻ ഡിന്റെ കാരണമാണോ? എന്താണ്? പല്ല് കുട്ടികൾക്ക് പല്ലില്ലേ, ചെറിയ കുട്ടികൾക്ക് തന്നെ പ്രശ്നം വരുന്നുണ്ടല്ലോ, കുഞ്ഞു കുട്ടികൾക്ക്. അതെന്താ കാരണം ടീച്ചറെ? ഈ പല്ലില്ലേ, അത് ആണല്ലേ? ഓക്കെ. പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ? അത് ബലക്കുറവ്, അതൊക്കെ പ്രശ്നം ബോണിലും ഉണ്ടാവും. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ബോണിൽ ഇതിന് മെയിൻ ആയിട്ട് ബാധിക്കും. കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ കാൽസ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാൽസ്യം ഫോസ്ഫറസും. ഈ ടീത്തിന്റെയും ബോണിന്റെയും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് കാൽസ്യം ആണ്. അപ്പൊ കാൽസ്യം അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോ അതിൻ്റെതായ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ സ്കിൻ പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ്, വൈറ്റമിൻ ഡിയുടെ എന്തോ ഡെഫിഷ്യൻസി മൂലമാണ് ആ ഒരു പ്രോബ്ലം വന്നതെന്ന് ഞാൻ എവിടെയോ വായിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടാ. അതൊരു വെള്ളപ്പാണ്ടാണ്, വെള്ളപ്പാണ്ട് രോഗം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. വൈറ്റമിൻ ഇ എവിടെ നിന്നാണ് കിട്ടുന്നത് കൂടുതലായിട്ട്? നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾ ഓയിൽസ്. ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? വൈറ്റമിൻ ഇ നമ്മുടെ എന്തിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ എന്തിനാണ്? ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. ഹെൽത്ത് ഓഫ് നെർവ്സും റെഡ് ബ്ലഡ് സെൽസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഹെൽത്ത് ഓഫ് നെർവ്സ്? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതുള്ളൂ. റെഡ് ബ്ലഡ് സെൽസിന്റെ RBC അറിഞ്ഞോളൂ. നിങ്ങൾക്ക് RBC ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് RBC. RBCയുടെ ഗ്രോത്തിനെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ ഏതാണ്? വൈറ്റമിൻ കെ. ഏറ്റവും അവസാനത്തെ ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ കെ. അത് എന്തിലൊക്കെയാ ഉള്ളത് കൂടുതലായിട്ട്? അമരാന്തസ്, കോളിഫ്ലവർ, ബ്രോക്കോളി, കിവി, ബ്ലൂബെറീസ്, സ്പിഞ്ച്. ഓക്കെ. അപ്പൊ വൈറ്റമിൻ കെ ആണ് പറഞ്ഞത്. ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ, പ്രോട്ടീസിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മുടെ ബ്ലഡില് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഈ കമ്പോണന്റ് ഓഫ് ബ്ലഡിൽ വരുന്നതാണ്. ഏത് ഫാക്ടർ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും മിണ്ടൂല കേട്ടോ. അറിയണതാണെങ്കിലും ഉണ്ടോ? അറിയാത്തോണ്ടല്ലോ മിണ്ടാണ്ടിരിക്കുന്നത്. പുതിയ അറിവല്ലേ, കുറെ പേർക്ക് അറിഞ്ഞൂടല്ലോ. പ്ലേറ്റ്ലെറ്റ്സ് മൂലം അതാണെന്ന് ഈ പറഞ്ഞത് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ബോൺസ് എന്നാ പറഞ്ഞത്. അപ്പൊ ബ്ലഡ് കട്ട പിടിക്കാനായിട്ടാണ് വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഫാക്ടർ ആണ് ബ്ലഡിൽ കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? പറഞ്ഞോടാ മിസ്സേ. നമ്മളെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയാൻ പറ്റുമോ? നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് വന്നു, എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു വിചാരിക്കും, ഈ രക്തം കട്ടപിടിക്കുന്ന വിറ്റമിൻ കെ ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയില്ലേ, ഫുള്ള് ബ്ലഡ് പോയിട്ട്. അങ്ങനെയല്ലടാ, അത് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സിന്റെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അവര് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഗ്രോത്ത് ഭയങ്കര ഹെൽത്തിനെയാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഡെലിവറി ടൈമിലൊക്കെ ടീച്ചറെ, ഇപ്പൊ നമുക്ക് ഡെലിവറി ടൈമിലേ
നമുക്ക് അതൊക്കെ അവര് ചെക്ക് ചെയ്യില്ലേ? നമ്മള് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഒക്കെ രക്തത്തിന്റെ കൗണ്ട് ഒക്കെ നോക്കാറുണ്ട്. നമ്മളത് ടെസ്റ്റ് ഇപ്പൊ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നോക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇത് ക്ലോത്തിങ് രക്തം കട്ട പിടിക്കാൻ പറയുമ്പോ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ടീച്ചർ പറയും? അപ്പൊ ഞാൻ ബ്ലഡ് കട്ട പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോത്ത് ആവാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്ലോത്തിന് വൈറ്റമിൻ കെ ഇമ്പോർട്ടന്റ് ആണ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജസ്റ്റ് കൈ ഒന്ന് കത്തി കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം കഴിയുമ്പോ ബ്ലഡ് അവിടെ നിൽക്കൂലോ, അതിന് ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റമിൻ കെ ഇല്ലാത്തവരാണെങ്കിൽ ഈ കട്ട പിടിക്കാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവില്ല അല്ലെ? അത് ഓവർഫ്ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. ആന്റിപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞവർക്ക് ബ്ലഡ് ക്ലോട്ട് ആവില്ലല്ലോ. ഓവർഫ്ലോ ആവുന്നത് അവരുടെ അത് കുറവായിരിക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ക്ലാരിഫൈ ആയോ? വൈറ്റമിൻ എ, ഡി, ഇ, കെ ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. സെറ്റ് അല്ലേ? നമുക്ക് ഇനി വൈറ്റമിന്റെ പോർഷനിലേക്ക് വരാം. വൈറ്റമിൻ ഡി ആണ് കൂടുതലായിട്ട് അറിയാം. എന്താണ്? വൈറ്റമിൻ ഡി ആണ് കൂടുതലായിട്ട് അറിയാറ് നമ്മളെപ്പോഴും കുട്ടികൾക്ക് നമുക്കൊക്കെ. ശരിയാണ്. വൈറ്റമിൻ ഡി നമ്മള് കുഞ്ഞു കുട്ടികൾക്കൊന്നും സൂര്യപ്രകാശത്തിന് നേരിട്ട് വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ 1 വയസ്സ് വരെ നമ്മൾ അതിന് സപ്ലിമെന്റ് എടുക്കാറുണ്ട് കുഞ്ഞു കുട്ടികൾക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു തുള്ളി മരുന്നാണ് വൈറ്റമിൻ D3 യുടെ സപ്ലിമെന്റ് എടുക്കാറുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് കേട്ടോ. അത് ശ്രദ്ധിക്കണം, കമ്പൽസറി ആയിട്ട് അത് ഫോളോ ചെയ്യണം. വൈറ്റമിൻ D3 അത് കൊടുക്കണം അല്ലേ? എന്താ പറഞ്ഞാൽ ടീച്ചറേ കുട്ടിക്ക് 1 വയസ്സായിട്ടുള്ളേ അപ്പൊ അല്ല എന്റെ കുട്ടിക്ക് 1 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവന് പല്ലിപ്പോ 2 എണ്ണം വരുന്നുള്ളൂ. അപ്പോഴത്തേനും അതിന് മുകളിലൂടെ ഒരു വെള്ള കളർ ഇങ്ങനെ കേടല്ല അങ്ങനെ എന്തോ പോലെ. അപ്പൊ പല്ലിന് ബാധിക്കണോന്നൊരു സംശയമുണ്ട്. അതൊന്ന് കൺഫേം ചെയ്തു. കാരണം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പല്ലിന് വരും. മുഖത്ത് ചെറിയ ചെറിയ പാടുകളില്ലേ, കുഞ്ഞു കുഞ്ഞു വെള്ള ചെറുതാകുമ്പോ ഇതുപോലെ ഈ പുറത്ത് വയറില് മുഖത്തൊക്കെ ചെറിയ ചെറിയ വെള്ളപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ കാൽഷ്യത്തിന്റെ കുറവ് മൂലം അപ്പൊ അതിന് വൈറ്റമിൻ D3 കൊടുക്കാൻ പറഞ്ഞു. കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് വേണം ബോഡിയിൽ. അത് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി അതിന് പുറത്തുനിന്ന് സപ്ലിമെന്റ് എടുത്താണ്. ശരിക്കും പറഞ്ഞ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ അത് അത്രയും അത് കുട്ടികൾ നമ്മളെ പോലെ അത്രയും സൂര്യപ്രകാശത്തൊന്നും അവർ പോകുന്നൊന്നുമില്ല. അപ്പൊ നമ്മള് വൈറ്റമിൻ ഡിയുടെ അബ്സോർഷന് വേണ്ടിയിട്ട് അല്ല കാൽസ്യത്തിന്റെ അബ്സോർഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യണത്. അപ്പൊ ഈ ചെറിയ പാടുകള് അതേപോലെ പ്രശ്നങ്ങള് അതിനൊക്കെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് ആണ് അവർ എഴുതാറ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു തുള്ളി മരുന്ന് വൈറ്റമിൻ D3 അമ്മമാരായിരിക്കും അവര്. അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അവർ ടോണിക്കാണ്, ദിവസത്തിൽ 1 നേരം കണ്ടും കൊടുക്കണം തോന്നണം. അല്ല അങ്ങനെയല്ലേ? ഒരു നേരം കൊടുക്കുക. ജനിച്ചിട്ട് 1 വർഷം അങ്ങനെ 1 വയസ്സ് വരെ കൊടുക്കണം എന്ന് പറയും. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് വൈറ്റമിൻ. അല്ലാണ്ട് നമ്മള് വൈറ്റമിൻ ഡി ഇത് കൊടുക്കും, ഇതിന്റെ സമയത്ത് കൊടുക്കും. നമ്മള് കുട്ടികളുടെ എല്ലിന്റെ വളർച്ചയൊക്കെ തുടങ്ങുന്ന പ്രായം ഉണ്ടല്ലോ. പിന്നെ 9 വയസ്സിന് മുന്നായിട്ട് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് അത്യാവശ്യമാണെന്ന് പറയാം. അവർ കൂടുതൽ കളിക്കുന്ന സമയത്ത് കാലുകഴപ്പ്, രാത്രി എടുക്കുമ്പോൾ കാലുകഴപ്പൊക്കെ പറയും. അപ്പൊ കാണിച്ചാൽ പറയും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ്. അവർക്ക് സൂര്യപ്രകാശം തട്ടാണ്ടൊന്നല്ല, അവരുടെ ബോണിന് ഉള്ള വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള വൈറ്റമിൻ ഡി അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കില്ല. വൈറ്റമിൻ ഡി 6 മാസം കൂടുമ്പോ കൊടുക്കണം കുട്ടികൾക്ക് എന്ന് പറയാറുണ്ട്. 6 മാസം വൈറ്റമിൻ ഡിന്റെ പ്രോബ്ലം കൊണ്ടല്ലേ ഈ എല്ലിനൊക്കെ കട്ടി കുറയുക. ചില മക്കളൊക്കെ വീണപാടെ ഇങ്ങനെ എല്ലൊക്കെ പൊട്ടൊക്കെ ചെയ്യില്ല. വൈറ്റമിൻ ഡി നമ്മളിപ്പോ വാക്സിനേഷൻ ഷെഡ്യൂളിൽ 6 മാസം കൂടുമ്പോ എല്ലാ കുട്ടികൾക്കും വൈറ്റമിൻ ഡി കൊടുക്കണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെയുണ്ട്.
ഉണ്ട് മിസ്സേ, അങ്ങനെ ഉണ്ട്. 6 മാസം കേട്ടോ. കൂടുമ്പോൾ. അതിന് വാക്സിൻ സ്റ്റാബ്ലിഷ് വൈറ്റമിൻ എ അത് കൊടുക്കണുണ്ടല്ലോ. മിസ് വൈറ്റമിൻ എ അല്ലേ? ആണത് 6 6 മാസം മാസം കൂടുമ്പോ വൈറ്റമിൻ എ കൊടുക്കുന്നത്. ആണ് ഹെൽത്ത് സെന്ററിൽ ഇഞ്ചക്ഷന്റെ ഫോളോ കൂടെ. ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റമിൻ ഡി വൈറ്റമിൻ എ ആണ്. ഡെഫിഷ്യൻസി നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്കിനി അതൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. വൈറ്റമിൻസിനെ കുറിച്ചും അതേപോലെ വാക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫാക്ട് ആണ് പറഞ്ഞത്. Fats are nutrients in the food that are major source of energy for human. നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള ടെസ്റ്റിലുള്ളതല്ല കേട്ടോ. മേജർ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി ആണ് എന്ത് ഫാറ്റ് എന്ന് പറയുന്നത്. ദേ ആർ കീപ്പിംഗ് കമ്പോണൻസ് ഓഫ് മെനി ഫുഡ് ഇൻക്ലൂഡിങ് എന്തിലൊക്കെയാണുള്ളതെന്ന് പറഞ്ഞാൽ മിൽക്ക്, ബട്ടർ, കുക്കിംഗ് ഓയില്, മീറ്റിലൊക്കെ എന്തുണ്ട് ഫാറ്റ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് 2 ടൈപ്പ് ഫാറ്റ് ആണ് സാധാരണയായിട്ടുള്ളത്. ഏത് ഫാറ്റ് ആണ് നല്ലത്? മിനറൽസ്. നമുക്ക് സാധാരണയായിട്ട് സ്റ്റാച്ചുവേർഡ് ഫാറ്റ് ഉണ്ട്, അൺസ്റ്റാച്ചുവേർഡ് ഫാറ്റ് ഉണ്ട്. The statured fats are unhealthy fats that found in animal product like fatty out of meat, poultry and dairy product. നമ്മൾ സ്റ്റാറ്റേർഡ് ഫാറ്റ് ആണ് കുറച്ച് അൺഹെൽത്തി ആണെന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെക്കില്ലേ, അപ്പൊ നമ്മൾ പറയും ഭയങ്കര ഫാറ്റി ആണെന്ന് പറയില്ലേ, ആ ഫാറ്റ് നല്ലതല്ല, നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. അത് ചിലപ്പം ആ ഫാറ്റ് ആണോ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്? അതെ, അതാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയില്ല അല്ലെങ്കിൽ ബ്ലഡില്ല കൊളസ്ട്രോളിന്റെ ലെവൽ എന്ത് ചെയ്യും, ഹൈ ആവാനൊക്കെ വരും. പിന്നെ നമ്മൾ പറയണത് കൊളസ്ട്രോൾ ആണ്, ആൾക്ക് കൊളസ്ട്രോൾ ആണ്, എണ്ണമയം ഉള്ളതൊന്നും കൊടുക്കരുത്, ഫാറ്റി ആയിട്ടുള്ളതൊന്നും കൊടുക്കരുത്, നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ സാധാരണ ഒരു ലിമിറ്റ് വരെ അൺസ്റ്റാച്ചുവേർഡ് ഫാറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. സ്റ്റാച്ചുവേർഡ് ഫാറ്റ് എന്ന് വെച്ചാൽ അൺഹെൽത്തി ആണ്. നമ്മളിങ്ങനെ ബോഡിയിൽ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഹെൽത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ കാണാറുള്ളതാണ്, നമ്മുടെ ബോഡിയില്ല ഒരു പോർഷൻ കഴിഞ്ഞ് നമ്മുടെ മസിൽസ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് മഞ്ഞ കളർ എന്താണ് അൺസാച്ചുറേറ്റഡ് ആണ് ഹെൽത്തി ആയിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ളത്. സ്റ്റാച്ചുവേർഡ് ആണ് അൺഹെൽത്തി ആയിട്ടുള്ളത്. മലയാളം എന്താ ടീച്ചർ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പഠിച്ചത് അങ്ങനെ തന്നെ, സ്റ്റാച്ചുവേർഡ് ആണ്. ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു വന്നോണ്ട് എനിക്ക് കറക്റ്റ് സത്യമായിട്ടും. ഓക്കെ ഓക്കെ, സ്റ്റാച്ചുവേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൊഴുപ്പ് കുറഞ്ഞതാണോ എന്തോ ഒരു പറയുമായിരിക്കും മലയാളത്തിൽ കറക്റ്റ് വരില്ലല്ലോ. അതെ, സ്റ്റാച്ചുവിന്റെ മീനിങ് അന്നജമെന്നോ? മനസ്സിലായില്ല. അന്നജം. അന്നജം, അത് സ്റ്റാച്ചുവേർഡ്. ഓക്കെ, അത് നമ്മളെന്നെ നോക്കാം. സോറി മക്കളെ, എനിക്ക് സത്യമായിട്ട് ഞാൻ പഠിച്ചു വന്നത് ഇംഗ്ലീഷാണ്, മൊത്തം ഇംഗ്ലീഷാണ്. അപ്പൊ എനിക്ക് മലയാളം തന്നെ അറിഞ്ഞൂടാട്ടോ. ഞാൻ നാളെ ഞാൻ നോക്കിക്കോളാം. അറിഞ്ഞൂടാട്ടോ, മലയാളം കറക്റ്റ് അറിഞ്ഞൂടാ. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഞാനത് സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴേ അതില് ഈ വെളിച്ചെണ്ണ, നെയ്യ് അങ്ങനത്തെ ഐറ്റംസുകളാ കൂടുതലായിട്ട് എക്സ്ട്രാ ഓയിൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫാറ്റാണ് സാച്ചുറേറ്റഡ്. അതൊക്കെ നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്നത് മിനിമം കുറയ്ക്കണം. കാരണം അത് ഇപ്പൊ ഭയങ്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളിന്റെ ലെവല് കൂടും. അതുകൊണ്ട് നമ്മൾ പറയുന്ന കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യരുത്, ഇത് കൊടുക്കരുത്, ചിപ്സുകൾ അങ്ങനെ കുറെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ വറുത്ത ഐറ്റംസ്, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത് അങ്ങനെയൊന്നും കൂടുതൽ കഴിക്കരുതെന്ന് പറയില്ലേ? പറയാറുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ചെറുപ്പത്തിലെ കൊളസ്ട്രോള് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓക്കെ, കറക്റ്റ് മലയാളം പഠിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. സ്റ്റാച്ചുവേർഡ് ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 2 ഫാക്ട്സ് ഉണ്ട്. ഒന്ന് അൺഹെൽത്തി ആണ്, മറ്റേത് ഹെൽത്തി ആണ്. നമ്മുടെ ബോഡിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസിന്റെ ആഗീരണത്തിന് അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫാക്ട്സും ഉണ്ട്, ആവശ്യമില്ലാത്ത ഫാക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ആവശ്യമുള്ളത് ഒന്നും കഴിക്കില്ല അല്ലെ? നമ്മൾ ആവശ്യമുള്ള ഫാറ്റ് നല്ല കഴിക്കണം. നമ്മൾ കഴിക്കുന്ന എന്താണ്, മീറ്റും അങ്ങനെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളല്ലേ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടം. കുട്ടികളുടെ കാര്യമാണെങ്കിൽ വറുത്ത് പൊരിച്ചതാണ് ഇഷ്ടം അല്ലെ? അതെ അതെ, അപ്പൊ അവർക്ക് മാക്സിമം നമ്മൾ അങ്ങനത്തെ കറികൾ കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം നമുക്കും അതന്നെയല്ലേ ഇഷ്ടം.
ഞാൻ എനിക്ക് അങ്ങനെ എല്ലാവർക്കും അതിന് ഇഷ്ടം. എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാനതൊക്കെ ഒഴിവാക്കി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഹസ്ബൻഡിന് ഷുഗർ വന്നതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ ആണെന്ന് കണ്ടു. അപ്പൊ ഞങ്ങള് സ്കാൻ എടുത്തത്. അപ്പൊ അതിന് ഫാറ്റി ലിവർ എന്നാ കണ്ടത്. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ഇതേപോലെ എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് ഒക്കെ പോയിട്ട് ലിവറിൽ അടിഞ്ഞു കൂടും. ലിവറിന്റെ സാധാരണ സൈസിൽ നിന്നും അത് കുറച്ചും കൂടി വലുതായിട്ടായിരുന്നു ആ ലിവറിന്റെ സൈസ് ഇരുന്നത്. ഫാറ്റി ലിവർ ആണ്. അത് ടൈപ്പ് 2 ആണെന്ന് പറഞ്ഞു. ടൈപ്പ് 2 ഇത്തിരി സീരിയസ് ആണ്. കാരണം ലിവർ സിറോസ് അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളൊരു ടൈമാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങളിത് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഡൈജഷൻ അല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പൊ ടൈപ്പ് 1 ആയതുണ്ട്. കുറഞ്ഞിട്ടില്ല, ഫാറ്റ് അത്രയും കുറഞ്ഞിട്ട്. ആളെ കണ്ടാലും ഭയങ്കരമായിട്ട് മുമ്പ് ഭയങ്കര ചേർത്ത് ഭയങ്കര തടിയൊക്കെ ആയിരുന്നു. ആ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് വെച്ചാൽ ഭയങ്കര വെയിറ്റ് കൂടുതലായിരുന്നു. ഒരു 93 പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പ്രശ്നമൊക്കെ വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു ആക്ടിവിറ്റി എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒന്നും മുമ്പെന്ന് വെച്ചാൽ നമ്മൾ എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കൊറോണയുടെ സമയത്ത് നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതിരുന്നു. അപ്പൊ വെറുതെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ വന്ന് ഇങ്ങനെ ഫുഡ് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നു നമ്മളൊക്കെ ഇല്ല. അപ്പൊ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ ആ ഫാറ്റ് വന്ന് നമ്മുടെ ബോഡി ഇങ്ങനെ ഒരുപാട് അടിഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അപ്പോ ഞങ്ങള് ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ് എടുത്തു. ദെൻ ഫാറ്റി ലിവർ ആണെന്ന് കൺഫേം ചെയ്തു. ഈ ഫാറ്റ്, ആ അടിഞ്ഞു കൂടിയ ഫാറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, അൺഹെൽത്തി ആണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, കൊളസ്ട്രോൾ നോക്കാൻ പറഞ്ഞു. കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ ഫാറ്റ് വന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ഫാറ്റ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഷുഗർ നോക്കിക്കഴിഞ്ഞപ്പോ ഹൈ ഷുഗർ ആണ്. ആള് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് മധുരം നമ്മൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ കാണാതെ കഴിക്കും, എന്നാലും ഷുഗർ ഒരുപാട് കൺസ്യൂം ചെയ്യുമായിരുന്നു അന്നിട്ടാ. അപ്പൊ അതാണ് പ്രശ്നം പറ്റിയത് പറഞ്ഞു. പക്ഷേ നമ്മളില്ല ടീച്ചറെ, നമ്മളിപ്പോ ഒരു 90% ആൾക്കാരെ നോക്കിയാലും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ട്. ഡോക്ടറിന്റെ പറഞ്ഞതാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മിക്ക പേർക്കും ഉണ്ടെന്നാ പറഞ്ഞത്. സത്യമായിട്ടും അതെ. ഫാറ്റി ലിവർ പക്ഷെ ചെറുപ്പത്തിൽ നേരത്തെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. അത് ആ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചാല് ഈ ഫാറ്റി ലിവർ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ മെഡിസിൻസിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും. അത് മെഡിസിൻ വേണ്ട, ജസ്റ്റ് ഡയറ്റ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണത്. ഒരു ലെവല് വരെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ മാത്രമല്ലേ ടെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഇപ്പൊ അവരങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊന്നും പോകില്ലല്ലോ. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ ഒരു പാടാണ്. ഫാറ്റി ലിവർ എന്തോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പാടാണ്. ഞങ്ങള് എന്തോ ഒരു കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമായിട്ടാണ് എക്സ്റേ എടുത്ത് നോക്കിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായത്, ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലായത്. എന്താണ് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല അല്ലെ? ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയാലും നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുള്ളൂ. പിന്നെ ഇത് അത്ര വലിയ പ്രശ്നമാക്കണ്ട, ഒരുപാട് കൂടുതലുള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഒരു ലിമിറ്റ് വരെയും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ആ ലിവറിനോട് ഇങ്ങനെ പറ്റിച്ചേർന്ന ഫാറ്റ് അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലിവർ സിറോസ് ആയിട്ട് തിരിയാനായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഒക്കെ വരും എന്നൊക്കെ പറയണം. ഞാൻ കുറെ വായിച്ചു, എനിക്ക് അങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ നല്ല കോൺഫിഡന്റായി, നിർബന്ധമായിട്ട് ആളെ കൊണ്ട് ഡയറ്റ് ചെയ്യിച്ചു. ഞാൻ പറഞ്ഞ വെയിറ്റ് ഒക്കെ ഇപ്പൊ 64 ഉള്ള ആള്. വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറച്ചൊക്കെ വയറിനൊക്കെ വയറൊക്കെ ഭയങ്കര വീർത്ത് വരും. അതൊരു ലക്ഷണമുണ്ട്. വയറ് നമ്മൾ സാധാരണക്കാളും വയറ് വീർത്ത് വരും. അതൊരു ലക്ഷണമായിരുന്നു കേട്ടോ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വയറിനേക്കാളും കുറച്ച് വയറ് വീർത്ത് വരും. നമ്മൾ പറയും സ്ത്രീകളിൽ അങ്ങനെ വരാറുണ്ടല്ലോ മിസ്സേ. അപ്പൊ നമ്മള് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഫാറ്റി ലിവർ. മറ്റേ നമ്മള് കഴിക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കുറെ ഒരു മാറ്റം ഉണ്ടാവും. എക്സസൈസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാറ്റ് യൂട്ടിലൈസ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം കഴിച്ചാലും നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല. അതെ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പഴയ ഫുഡിന്റെ ഹാബിറ്റ് ആണ് ഇപ്പോഴും ശീലിക്കുന്നത്. നമ്മുടെ പൂർവികരൊക്കെ പറമ്പിൽ പാടത്തൊക്കെ ഒരുപാട് നേരം പോയി പണിയൊക്കെ എടുത്ത് വന്ന് ഒരു പറ ചോറൊക്കെ കഴിക്കുന്നത് അത് നോർമലായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് നമുക്ക് അത്രയും എന്ത് വേണ്ട കലോറീസോ എനർജിയോ ആവശ്യം ഉള്ള ജോലികളാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും സർവീസ് സെക്ടർ ആണ്. എല്ലാവരും ഒരുപാട് ആൾക്കാരും ഇരുന്ന് ജോലി ചെയ്യുന്നതാണ്. ബാക്കി കൂലിപ്പണി എടുക്കുന്നത് നമ്മുടെ പാവം ബംഗാളികളാണ് അല്ലെ.
നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഇറക്കുകയാണ്. കൂലിപ്പണി എടുക്കാനൊന്നും കേരളത്തിൽ ആരെയും കിട്ടണമെന്നില്ല. നമ്മള് അടങ്ങാതിരുന്ന് പണിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും എനർജിയുടെ ആവശ്യമില്ല. നമ്മളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊരു കറക്റ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡയറ്റ് ഫോളോ ചെയ്യണം, അത് എപ്പോൾ കഴിക്കണം, ഏതൊക്കെ ഫുഡ് കൺഫേം ആയിട്ട് കഴിക്കണം, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യാൻ. നമുക്ക് നോക്കാം. ഒരാൾക്ക് വീട്ടില് വന്നപ്പോ ടോട്ടലി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ലേ? നല്ലതാണ്. ഒരാൾ കഴിക്കുമ്പോ കാണുമ്പോ കൊതിയല്ലേ? അതല്ല, അത്രയും ഇഷ്ടമല്ല ഒരാൾക്ക് വേറൊരാള് വീട്ടില് കഴിക്കുന്ന കാണുമ്പോ കൊതിയാവൂലേ പറയാ. അല്ല, ഞങ്ങള് വീട്ടില് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കി. കൂടുതലും ലിമിറ്റ് വെച്ചു. അങ്ങനെ കഴിക്കാറില്ല ഇപ്പൊ. അല്ല, ഒരാൾ കഴിക്കുമ്പോ ഒരാൾ കാണുമ്പോ അതൊരു ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വേണ്ട വെച്ചിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ഇപ്പം ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ ഞങ്ങൾ വീട്ടില് ഷുഗർ മെയിൻ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനടക്കം പുറത്ത് വെച്ച് കഴിച്ചാൽ പോലും വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ വാങ്ങിച്ച് കഴിക്കലൊന്നും ഇല്ല. ഇപ്പൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കുള്ളൂ സ്വീറ്റ്സ് ഒക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറേ ഇല്ല. ആൾക്കാർ വെറുതെ പ്രൊവോക്ക് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ ഷുഗർ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമുക്ക് നോക്കാം ഫാറ്റ് എന്താണ്. Fats and oil consist of carbon, hydrogen, oxygen. Fats are two types. Fatsiലും ഓയിൽസിലും ഉള്ളത് കാർബൺ, ഹൈഡ്രജൻ, എല്ലാത്തിനെയും കമ്പോണൻസ് തന്നെയാണ് ഏകദേശം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഫാറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാച്ചുവേർഡ് ആൻഡ് അൺസ്റ്റാച്ചുവേർഡ്. Saturated fats increase the cholesterol content of the blood. നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനാണ് ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്. അത് അൺഹെൽത്തി ആണ്. കൊളസ്ട്രോളിന്റെ കണ്ടന്റ് കൂടുന്നത് ബ്ലഡ് ഒരു പരിധി വരെയും പരിധി കഴിഞ്ഞാൽ അൺഹെൽത്തി ആണ്. Usually the fats derived from the plants are unsaturated. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ്സ് ഇല്ലേ, അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. Butter, ghee, egg, yolk, groundnut, milk, fish are the main source of fats. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സിന്റെ മെയിൻ സോഴ്സ് ആണ്, എല്ലാ ഫാറ്റ്സിന്റെ മെയിൻ സോഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. നമ്മള് മലയാളത്തിൽ എന്താ കാർബോഹൈഡ്രേറ്റിന് പറയണേ? അന്നജല്ലേ? കാർബോഹൈഡ്രേറ്റ് തന്നെ പറയാം. അന്നജം എന്നാ പറയണേ. അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അന്നജം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫാറ്റ്സ്, അന്നജം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റിന്. ഈ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും റിച്ച് ആയിട്ടുള്ളത് ഏതിലാണ്? അതെ, റൈസിലാണ്. ഒരു പരിധിയിൽ കൂടുതൽ റൈസ് എന്നല്ല നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആണോ? ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തി അല്ല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുമ്പോ അരിഭക്ഷണം നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ശീലത്തിന്റെ ഭാഗമാണ് എന്ത് ഈ ചോറ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യാം, അരിഭക്ഷണം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുറെ നാള് ഹെൽത്തി ആയിട്ടിരിക്കുക. ഡയബറ്റിക്സോ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളൊന്നും എന്ത് ചെയ്യാം, വരില്ല. ഇപ്പൊ നോക്കാം കാർബോഹൈഡ്രേറ്റ്. Carbohydrate made up of carbon, hydrogen, oxygen, stuffy food, sugar, fruits are the main source of carbohydrate. പിന്നെ carbohydrates required for body to preserve heat metabolism. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഡൈജസ്റ്റീവ് പ്രോസസ് ഒക്കെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വേണം. ടു സാറ്റിസ്ഫൈ ഹങ്കർ, നമുക്ക് വിശപ്പ് എന്ത് ചെയ്യാനായിട്ട്, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിഞ്ഞൂടാ. നമ്മൾ രാത്രി അരിഭക്ഷണം കഴിച്ച് ഞാൻ ഫേസ് ചെയ്തിരുന്നതാണ്. അപ്പൊ അരിഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചൊരു ഫീൽ ഉണ്ടാകും, നമുക്ക് വിശക്കും. രാത്രി നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കില്ല, ചപ്പാത്തിയോ അല്ലെങ്കിൽ കറിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും നമുക്ക് ചെറിയ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു 11 o'clock അല്ലെങ്കിൽ 12 o'clock ആകുമ്പോഴേക്കും നമുക്കൊന്ന് വിശക്കും. എന്തുകൊണ്ടാണത്? കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എന്താണ് വിശപ്പ് പൂർണ്ണമായിട്ട് മാറും എന്നാ പറയണത്. സിസ്റ്റമാറ്റിക് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയണത്. പക്ഷെ കേരളത്തിലുള്ളവർ അങ്ങനെയാണോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്? നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ടൊക്കെയാണോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്? അല്ല അല്ല അല്ല, വയറ് നിറച്ച് കഴിക്കും.
നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് വേണം. ചോറ് കിട്ടിയാല് മലയാളത്തിലെ ധാന്യങ്ങൾ എന്നാണോ ഇത് പറയാ? എന്താണ് ധാന്യകങ്ങൾ എന്ന് കണ്ടു ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോ. കാർബോഹൈഡ്രേറ്റ്സിന് ധാന്യങ്ങൾ എന്നാ കിടക്കണേ. ആ മലയാളം കറക്റ്റ് പറഞ്ഞു. അന്നജൊന്നും ധാന്യം ധാന്യം പറഞ്ഞ ധാന്യമല്ലേ? എന്താ അതാണോ? അല്ലല്ലോ. ധാന്യം അതിനല്ലേ നമ്മൾ അന്നം. അല്ല ധാന്യങ്ങളൊക്കെ പറയുന്നത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വലിയ അന്നജെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്നജം കാർബോഹൈഡ്രേറ്റ് ഓക്കെ. അല്ലെങ്കിൽ സ്റ്റാർച്ചിനെയാണോ അന്നജം എന്ന് പറയുന്നത്? സെയിമായിട്ട് വെക്കാം. സ്റ്റാർച്ചിനെ അന്നജം പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അപ്പൊ സെയിം ആണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിലാണെന്ന് പറയാറുണ്ട് നമ്മളത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് സ്റ്റാർച്ച്, അന്നജം, കാർബോഹൈഡ്രേറ്റ്. ഇതെല്ലാം വെച്ചായിട്ടുള്ളത് നമ്മൾ ഏതാ പറയേണ്ടത്? ഈ അരിയാഹാരത്തിലാണ്. അപ്പൊ ഈ അരിയാഹാരം എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ഡയറ്റിൽ നമ്മൾ മിനിമം എന്ത് ചെയ്യാൻ നോക്കുക? കുറയ്ക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ ഷുഗർ, കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ സോഴ്സ് ആണ് ഷുഗർ. അതേപോലെ ഫ്രൂട്ട്സിലൊക്കെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ മാമ്പഴമില്ലേ, മാമ്പഴം, അതേപോലെ ചക്ക, അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഭയങ്കര റിച്ച് ആണ്. അതൊക്കെ ഭയങ്കര മധുരമായിരിക്കൂലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കൂടുതൽ സ്വീറ്റ്നെസ് ഉള്ള പഴങ്ങളിലൊക്കെ അതില് കൂടുതലായിട്ട് എന്തുണ്ടാവും? കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ വീറ്റിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവോ? എന്താണ്? വീറ്റ് ഹോൾ വീറ്റ് ഇല്ലേ? അതില് ഇല്ലാന്നല്ല, ഉണ്ട്. എന്നാൽ പോലും അരിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് വീറ്റ് കഴിക്കണം പറഞ്ഞത്. അതൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഒരു 2-3 കൈ അരി കഴിക്കുന്നതും ഒരു 5 ചപ്പാത്തി കഴിക്കുന്നതും തുല്യ എഫക്റ്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് കഴിക്കണ ചോറും 5 ചപ്പാത്തി കഴിക്കുന്നതും എന്താണ്? സെയിം ആണ്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ചപ്പാത്തിയുടെ എണ്ണമാണ് കുറയ്ക്കേണ്ടത്. 2 ചപ്പാത്തി. അതാണെങ്കിൽ ഓക്കെ, ഡയറ്റ് കുഴപ്പമുണ്ടാവില്ല, കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? സെയിം ക്വാണ്ടിറ്റി വീറ്റ് തന്നെ കഴിച്ചാല് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ ബോഡിയിൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കാം. ഇതിന്റെ നമ്പേഴ്സിൽ കുറച്ച് നമ്മൾ ലിമിറ്റിൽ കൺട്രോൾ ചെയ്ത് പോവാ. നമ്മള് താലി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? താലി ഫുഡ്, താലി എന്ന് പറയുന്ന കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്താണ്, മഹാരാഷ്ട്ര ഭാഗത്താണ് കൂടുതൽ താലി കണ്ടുവരുന്നത്. അതില് റൈസ് ഉണ്ടാവും, പുലാവ് റൈസ് ഉണ്ടാവും. ചെറിയൊരു ബൗളിലായിരിക്കും പുലാവ് റൈസ് ഉണ്ടാവുന്നത്. ദെൻ അവർ വയ്ക്കുന്നത് റൊട്ടിയാണ്. നമ്മളുടെ ചപ്പാത്തി പോലത്തെ റൈസ് റൊട്ടിയാണ് അവർ വയ്ക്കുന്നത്. ബാക്കി എല്ലാ കറികളും നമുക്ക് ഉണ്ടാവും. സീഡ്സ് ചെറിയൊരു അളവിൽ വേണമെങ്കിൽ സീഡ്സ് ഉണ്ടാവും. സീഡ്സ് ഇല്ലെങ്കിലും ഒഴിവാക്കുക, ബാക്കി കറികളായിരിക്കും. അങ്ങനെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശപ്പും കുറച്ച് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവലും ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഈ കപ്പയിലും മധുരക്കിഴങ്ങിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉള്ളതല്ലേ? കൂടുതലാണ്, ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ടാണ് ഷുഗർ ഒക്കെ ഉള്ള ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനോട് കപ്പ, മധുരക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. എന്നോട് ആരും പറഞ്ഞു മധുരക്കിഴങ്ങ് എന്താണ്? മധുരക്കിഴങ്ങ് കഴിച്ചാൽ കുഴപ്പമില്ലാന്ന് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ മധുരക്കിഴങ്ങ് കഴിക്കാൻ പറയുന്നുണ്ട്. എന്താണ്? നാരടങ്ങിയതുകൊണ്ടായിരിക്കും മധുരക്കിഴങ്ങ് കഴിക്കാൻ പറയണേ അല്ലെ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഒരാൾ പറയൂടാ. ഡയറ്റ് എടുക്കുന്നവരോടൊക്കെ മധുരക്കിഴങ്ങ് കഴിക്കാൻ പറയുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് മധുരക്കിഴങ്ങ് കഴിച്ചാൽ മാറുന്നൊക്കെയാണ് ഇപ്പൊ പറയണത്. എന്താന്നറിയില്ല. മധുരക്കിഴങ്ങ് വ്യത്യാസമുണ്ട്. മരച്ചീനി അല്ലെങ്കിൽ കിഴങ്ങും രണ്ടാണ്. മധുരക്കിഴങ്ങ് വ്യത്യാസമുണ്ട്. കപ്പ അതേപോലത്തെ ഐറ്റംസ് കഴിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ സമയത്ത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്ലൂക്കോസിന്റെ മെയിൻ സോഴ്സ്. ഞാൻ വിചാരിച്ചിരുന്ന അരിയാഹാരം മാത്രമാണ് മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ പിന്നെ ഷുഗർ കഴിക്കണം, ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. എന്റെ ഡയറ്റൊക്കെ ഞാൻ ഫോളോ ചെയ്തു. മുമ്പ് ഒരുപാട് 5 കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നേണ്ട. ഒരുപാട് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ചെന്നു. എനിക്ക് ഹൈ ഷുഗർ ലെവലാണ് കാണിക്കണേ.
ഞാൻ ചോദിച്ചു മിസ് അതിനോട് ചോദിച്ചു എന്ത് ഫുഡാ കഴിച്ചത്. കാരണം 2 ടൈപ്പ് ഫുഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും നമ്മള്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് നോർമലാണ്, സാധാരണ ആൾക്കാർക്ക് വേണ്ട ഷുഗർ ഉള്ളൂ. പക്ഷെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്ക് ഹൈ ബ്ലഡ് ഷുഗർ. ഡോക്ടർ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പില്ലല്ലോ, ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കപ്പയാണ് കഴിച്ചത് മാം എന്ന് പറഞ്ഞു. കപ്പയാണ് കഴിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 പറഞ്ഞു. അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡയറ്റീഷ്യനെ കണ്ടിട്ട് എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടി ഷുഗർ ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ ഡയറ്റീഷ്യനെ പോയി മീറ്റ് ചെയ്തു. ഡയറ്റീഷ്യൻ എനിക്കൊരു കറക്റ്റ് ആയിട്ട് എങ്ങനെയാ ഫുഡ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, പ്രഗ്നന്റ് ആയിരിക്കാണ്, അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഫോളോ ചെയ്തു. നെക്സ്റ്റ് പ്രാവശ്യം പോയപ്പോ എനിക്ക് ഷുഗർ നോർമലായി. അവർക്ക് മരച്ചേരി കഴിച്ചതുകൊണ്ടായിരുന്നു അന്ന് എനിക്ക് ഷുഗർ ഹൈ ആയിട്ട് തോന്നിയത്. അപ്പൊ ഞാൻ അത് ഓർത്ത് വയ്ക്കും എപ്പോഴും, മരച്ചേരി കൊടുക്കാൻ പാടില്ല ഇടനേൽക്കാം. ഓക്കെ. അതേപോലെ മണ്ണിന്റെ അടിയിൽ വളരുന്നത് ഭൂരിഭാഗം ഐറ്റംസിനും എന്തുണ്ട്, സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നോ ടീച്ചറെ കപ്പ? അല്ല എപ്പോഴെങ്കിലും ഒരു ദിവസം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ, സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴല്ലേ കഴിക്കുന്ന പ്രശ്നം. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമായവരൊക്കെ ഒരു നേരം ഫുഡ് കപ്പയായിട്ട് കഴിക്കുന്നത്. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടോ അങ്ങനെ? ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അവർക്ക് മരച്ചീനി പ്രത്യേകിച്ച് ഹൈ റേഞ്ച് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് കുറച്ചങ്ങനെ കഴിക്കൂലേ കപ്പയും അങ്ങനെ ബീഫും. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻസ് ഒന്നല്ല, കുറച്ച് പ്രായമായ വെല്ലുമ്മയാണ്. ആ വെല്ലുമ്മയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിലും കപ്പ കഴിക്കും. പക്ഷെ എന്താണ് ഷുഗറാണ് ആൾക്ക്. ഞങ്ങൾ ചോദിച്ചെടുത്ത ഫുഡ് കഴിച്ചത് ഭയങ്കര ഷുഗർ എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര ഷുഗറാണ്, ഇൻസുലിനൊക്കെ എടുക്കേണ്ടത്. ചോദിച്ചു വന്നപ്പോ എന്താണ് കപ്പയാണ് കഴിക്കുന്നത്. ഒരു നേരം ചോറിന് പകരമായിട്ട് കപ്പ കഴിക്കാണ്. ചോറ് കഴിക്കരുത് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കപ്പ കഴിക്കാണ്. വേറെ എന്തെങ്കിലും കഴിക്കണമെന്നേ പറഞ്ഞോളൂ ഡോക്ടർ. പക്ഷെ ആള് കപ്പയാണ് കഴിച്ചത്. അതൊരു പ്രശ്നമായിട്ട് അങ്ങനെ പറഞ്ഞു. ഇനി മിനറൽ സോൾട്ട്. ഈ നമ്മുടെ ശരീരത്തില് അയഡിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാറുണ്ടോ? അയഡിൻ BP ലോ, BP, ബ്ലഡ് പ്രഷർ, വേറെ വിളർച്ച. എന്തിന്റെ കുറവ് മൂലം കേട്ടില്ല. എന്താണ്? അയണിന്റെ ആണോ പറഞ്ഞത്? അയഡിൻ അല്ലെങ്കിൽ ഉപ്പിന്റെ കുറവുണ്ട്. നമുക്ക് കണ്ണിന് പ്രശ്നം വരില്ലേ? കണ്ണിന് ഈ വിളർച്ചയൊക്കെ വരില്ല. അത് അയണിന്റെ പ്രശ്നം കൊണ്ട് കാരണോ വേറെ എന്താ? ഗോയിറ്റർ അവിടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ 48 പേരുണ്ട്. 48 പേരില് എല്ലാവരും ഭൂരിഭാഗം പേര് ഫേസ് ചെയ്ത വേറൊരു പ്രശ്നമുണ്ട്, തൈറോയിഡ്. നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്താണ്? കേട്ടിട്ടുണ്ട്. തൊണ്ടന്റെ അവിടെ അങ്ങനെ മുഴ പോലുള്ളതല്ലേ? എന്റെ ഒരു തൊണ്ട നോക്കി ഇവിടെ ബട്ടർഫ്ലൈ കാണാൻ പറ്റും. എനിക്ക് തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് അല്ലേ? അത് അയണിന്റെ മൂലം ഉണ്ടാവണം അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ആർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഞാൻ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും? ഒരുപാട് പേരുണ്ട്, കുറെ പേർക്കുണ്ടല്ലോ. ഇപ്പൊ കുറെ പേർക്കാണുള്ളത്. ഞാൻ ചെറുപ്പം മുതൽ ഒരു 13 വയസ്സ് മുതലേ ഞാൻ തൈറോയിഡിനുള്ള സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ നോർമലാണ് എന്റെ തൈറോയിഡ്. കുറെ നാളായിട്ട് ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ മാത്രം വരുന്നുണ്ടല്ലോ. അത് പൂർണ്ണമായിട്ട് മാറും. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നു തൈറോയിഡ്. പ്രഗ്നൻസി കഴിഞ്ഞപ്പോ എന്നെ മാറി. അതെന്ത് ഭാഗ്യം എനിക്ക് അറിഞ്ഞൂടെ. രണ്ടാമത്തെ ആള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെക്ക് ചെയ്തപ്പോഴൊക്കെ നോർമലാണ് തൈറോയിഡ്. ചിലപ്പോ ഇതായിരിക്കും പ്രശ്നം. എന്റെ വീട്ടില്, എന്റെ സ്വന്തം വീട്ടില് അച്ഛൻ ഉപ്പ് യൂസ് ചെയ്യില്ല. അച്ഛന് പ്രഷർ ഉണ്ട്. അച്ഛന് പ്രഷർ കൂടുതലായതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യില്ല, ഉപ്പ് ഭക്ഷണത്തിലൊന്നും അധികം ഇടാൻ പാടില്ല, കറിയിലിടാൻ പാടില്ല. അതേപോലെ ഭക്ഷണം കറിയിലേക്ക് കഴിക്കൂലേ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൊന്നും ഉപ്പ് ഇടാൻ പാടില്ല. അതൊരു നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛന് ഉപ്പ് കുറവായിരുന്നല്ലോ. അപ്പൊ മക്കളായ ഞങ്ങളും അത് ശീലിച്ചു പോകും. ഞങ്ങൾക്ക് ഉപ്പ് കുറവാണ് അമ്മ തന്നിരുന്നത്. ഈ ഉപ്പ് കുറവാകുമ്പോഴാണോ ടീച്ചറെ തൈറോയിഡ് വരുന്നത്? ഉപ്പില് അയഡിൻ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്. അയഡിൻ കണ്ടന്റ് കൂടിയാലും തൈറോയിഡ് വരും, കുറഞ്ഞു പോയാലും തൈറോയിഡ് വരും. എനിക്ക് വന്നത് ഹൈപ്പോ തൈറോയിഡ് ആണ്. കൂടിയാൽ BP ആവും അല്ലേ? അത് തൈറോയിഡ് ആണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡ്.
ഉപ്പ് കൂടുതലാണെങ്കിൽ BP ആണ് വരുന്നത്. സോൾട്ട് കൂടുതലായി കഴിക്കണമെങ്കിൽ എന്താ വെച്ചാൽ BP ഉള്ളതുകൊണ്ട് വീട്ടിൽ ഉപ്പ് കുറച്ചിട്ടുള്ളൂ. അപ്പൊ അത് അതേപോലെ ഉപ്പ് മീനുകൾ അല്ലെങ്കിൽ കടലിലുള്ള മത്സ്യങ്ങളൊന്നും അധികം വാങ്ങിക്കില്ല, അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് വാങ്ങിക്കാത്തതുകൊണ്ട് എന്താണ്, എനിക്കൊരു 13 വയസ്സായപ്പോൾ മുതൽ ഇതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ, എന്റെ ബയോളജി ടീച്ചറൊക്കെ ചോദിച്ചു, അവർക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്താന്ന്. അപ്പോ നമ്മൾ ആ വളർന്നു വരുന്ന ആ ഏജ് ആണല്ലോ, അപ്പൊ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തവരോട് പറഞ്ഞു ഒന്നൊന്ന് നോക്കട്ടെ, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കുമ്പോ എന്താണ്, എനിക്ക് തൈറോയ്ഡ് കുറവാണ്. എന്ന് വെച്ചാല് TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്റെ ബോഡിയിൽ കുറവാണ്. അത് എന്റെ ബോഡിയിലെ അയഡിന്റെ കുറവ് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അയഡിൻ എന്ന് പറയുന്ന ഒരു മിനറൽ സോൾട്ട് ആണ്, സോൾട്ടിനുള്ള ഒരു മിനറൽ ആണ്. അതിന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത്. ഞാൻ അതിന് ആ സമയം മുതലേ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കും. കുറെ നാള് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് അതങ്ങനെ ഇത് ചെയ്ത് വരും. ചിലപ്പോൾ കഴിഞ്ഞൊരു 2-3 ആഴ്ചക്ക് മുമ്പ് ഇതേപോലെ കൂടുതൽ വന്നപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോഴും ഏകദേശം കുഴപ്പമില്ല, നോർമൽ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ചെറിയ ഇൻഫെക്ഷൻ അതേപോലെ അല്ലെങ്കിൽ ഒരു ചെറിയ വേദനയൊക്കെ അവിടെ വരും. അപ്പൊ ഈ തൈറോയിഡൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നമ്മുടെ ബോഡിയിൽ മിനറൽ സോൾട്ടിന്റെ അല്ലെങ്കിൽ സോൾട്ടിന്റെ കണ്ടന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇതാണ്. അപ്പൊ നമ്മൾ കുറേയും കഴിക്കാൻ പാടില്ല, കൂടുതലും കഴിക്കാൻ പാടില്ല. എന്തൊരു സംഭവം കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. ഷുഗറും അതേപോലെ അല്ലേ? ഷുഗർ കുറഞ്ഞാൽ ചിലവര് മയങ്ങി വീഴുകയൊക്കെ ചെയ്യില്ലേ? അവർക്ക് അങ്ങനത്തെ പ്രശ്നം. അതേപോലെ നമ്മൾ നല്ല നമുക്കൊരു ആക്ട് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് ഒരു ലെവലിൽ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ മിനറൽ സോൾട്ട് നമ്മുടെ ബോഡിയിൽ ഒരുപാടാവാനും പാടില്ല, കുറയാനും പാടില്ല. നമുക്ക് നോക്കാം എന്താ മിനറൽ സോൾട്ട് എന്ന്. Mineral salts are important for normal functioning of human body. സാധാരണ നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മിനറൽ സോൾട്ട് ആവശ്യമാണ്. ഇറ്റ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂ. നമ്മുടെ ടിഷ്യൂവിന്റെ ഗ്രോത്തിനും റിപ്പയറും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് മിനറൽസ് ആർ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയഡിൻ, കോപ്പർ, അയൺ. അയണിന്റെ കുറവ് കൊണ്ട് എന്താ വന്നത്? അയൺ ബോഡിയിൽ അയൺ അനീമിയ, അനീമിക് അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും മലയാളത്തില്. വിളർച്ച വരാറുണ്ട്. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാല് നല്ല വെളുത്ത് തൊടുത്തിരിക്കായിരിക്കുള്ളൂ, പക്ഷെ അവർക്ക് എന്തായിരിക്കും, ബ്ലഡ് കുറവായിരിക്കും, HP-യുടെ അളവ് കുറവായിരിക്കും. അപ്പൊ നമ്മളോട് അയൺ സപ്ലിമെന്റ് എടുക്കാൻ അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് എടുക്കാനാണ് അവർ പറയാറ്, പ്രിസ്ക്രൈബ് ചെയ്യാറ്. Their source are butter, milk, ghee, fish, egg, meat, liver, പൈനാപ്പിൾ, ഗ്രൗണ്ട്. മെയിൻ ആയിട്ട് മിനറൽ സോൾട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ് ഈ പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഒരു അളവിൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒരു കൺട്രോൾഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി വൈറ്റമിൻസിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ടാവില്ലേ? ആരാ പ്രസന്റ് ചെയ്യണേ? സൗണ്ട് ഒന്നുമില്ല. ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളൂ എന്തൊക്കെയാണത് വൈറ്റമിൻസ് എന്നുള്ളത്. ഇതാണല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞില്ലേ മിസ്സേ വൈറ്റമിൻസ്? നേരത്തെ പറഞ്ഞില്ലേ വൈറ്റമിൻസ്? ഫാറ്റ് സോൾബിൾ മാത്രമാണ്. ഇത് രണ്ടും കൂടി പറയണ്ടേ? വാട്ടർ സോൾബിളും കൂടി പറയണ്ടേ? ഓക്കെ. വാട്ടർ സോളുബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സിയും ബിയും ആണ്. പിന്നെ ഫാറ്റ് സോളുബിള് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. ഞാൻ അത്രയും മിസ് ചെയ്തോളൂ. ഞാനൊന്ന് പറയാം. വാട്ടർ സോല്യൂബിൾ എന്ന് പറഞ്ഞാല് വിറ്റമിൻസ് ക്യാരിഡ് ടു ദ ബോഡി ടിഷ്യൂ ബട്ട് ആർ നോട്ട് സ്റ്റോർഡ് ഇൻ ബോഡി. അത് 9 വാട്ടർ സോല്യൂബിൾസ് ഉണ്ട്. B1 തിയാമൈൻ, B2 റിബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 എന്താണ് പൈറിഡോക്സൈന്, B9 ഫോളിക് ആസിഡ്, B12 കാബലാമിൻ. പിന്നെ വിറ്റമിൻ സി, ഇതെല്ലാം വാട്ടർ സോല്യൂബിൾ ആണ് അല്ലെ? പിന്നെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ 4 പറഞ്ഞത്. വിറ്റമിൻ എ റാറ്റിനോൾസ്, വിറ്റമിൻ ഡി കാൽസിഫെറോൾ, വിറ്റമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റമിൻ ഇ ഫൈലോക്വിനോൺ. ഭയങ്കര ഡിഫിക്കൽട്ട് ഉള്ള വേർഡ്സ്, പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫാറ്റ് വൈറ്റമിൻസിലെ ഏതാണ് ഫാറ്റ് സോളുബിൾ, ഏതാണ് വാട്ടർ സോളുബിൾ? മിസ് ഞാൻ പറയട്ടെ.
പറഞ്ഞു. ആദ്യം ഞാൻ പറയാം. ഫാറ്റ് soluble vitamins are vitamins that dissolve in fat and oils and are stored in the body's fatty tissue and liver. അതായത് കൊഴുപ്പിലും എണ്ണയിലും അലിയുന്ന വൈറ്റമിൻസ് ആണ് ഫാറ്റ് soluble vitamins എന്ന് പറയുന്നത്. അത് ശരീരത്തിലെ ഫാറ്റി ടിഷ്യൂകളിലും കരളിലും സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് നമ്മുടെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. അതായത് വൈറ്റമിൻ എ ഫുഡ് വരുന്നത് ലിവർ, ഫിഷ്, എഗ്, ബ്രൈറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, സ്വീറ്റ് പൊട്ടാറ്റോ, പപ്പായ അങ്ങനെയുള്ളത്. പിന്നെ വൈറ്റമിൻ ഡി വരുന്നത് സാർഡൈൻസ്, മത്തി, വൈൽഡ് സാൽമൺ, അതിന്റെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓയിസ്റ്റേഴ്സ്, മുത്തുച്ചിപ്പി, മഷ്റൂം, കൂണ്, ഫോർട്ടിഫൈഡ് മിൽക്ക്, ഉറപ്പിച്ച പാല് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വൈറ്റമിൻ ഇ വരുന്നത് സൺഫ്ലവർ സീഡ്സ്, അവോക്കാഡോ, ഒലീവ് ഓയിൽ, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് എക്സെട്ര. പിന്നെ വൈറ്റമിൻ കെ വരുന്നത് ലീഫി വെജിറ്റബിൾസ്, ബ്രൊക്കോളി, ബ്രൂസൽ സ്പ്രൂട്ട്. അത് ബ്രൂസൽ എന്ന ഒരു രാജ്യത്ത് വളർന്ന, അതായത് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു സ്പ്രൗട്ടാണ്, പക്ഷെ അത് ഏറ്റെടുത്തത് ബ്രൂസൽസ് എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. അത് കാരണമാണ് ബ്രൂസൽ സ്പ്രൗട്ട്. നമ്മുടെ ചെറുപയറല്ല, അതൊരു വള്ളി പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു പഴം പോലെ, നമ്മുടെ ഈ എന്താ പറയാ, ഒരു റൗണ്ടിലുള്ള ഒരു പഴം പോലെ ഉള്ളതാണ് സ്പ്രൗട്ട്. പഴമല്ല, ഒരു വിത്ത് എന്ന് പറയും അതിന്. പിന്നെ ആസ്പരാഗസ്, ശതാവരിയുടെ ചെടി, കോളിഫ്ലവർ ഒക്കെ വരും ഈ നമ്മുടെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിൽ വരുന്നത്. അതേപോലെ തന്നെ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂട്രിയൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് ക്യാരിഡ് ടു ദ ബോഡി ടിഷ്യൂ. The body doesn't store excess amount of water soluble vitamins, so they must be consumed regularly. വെള്ളത്തിൽ ലയിക്കുന്ന പോഷകങ്ങളാണ് ഇത്. ശരീരത്തിന്റെ കോശങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പൊ അത് അധിക അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് പതിവായിട്ട് കഴിക്കാവുന്നതുമാണ്. അതൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻ B1, B2, B5, B6, B7, B9, B12 ആൻഡ് വൈറ്റമിൻ സി. B1 എന്ന് പറയുന്ന സഫിയ പറഞ്ഞ പോലെ തയാമിൻ, അതിൽ വരുന്നതാണ് ബീൻസ്, സീഡ്, ഫിഷ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ B2 റൈബോഫ്ലാവിൻ, മിൽക്ക്, ചീസ്, യോഗേർട്ട്, ഹാർട്ട്, ലിവർ, മഷ്റൂം അങ്ങനെയൊക്കെ വരും. B3 നയാസിൻ, ട്യൂണ ഫിഷ്, ബീഫ്, പോർക്ക്, സാൽമൺ ഫിഷ്, ലിവർ, എക്സാം അങ്ങനെയൊക്കെ. പിന്നെ B5 ആൻറ്റിയോട്ടനിക് ആസിഡ്, B6 പൈറിഡോക്സിൻ, B7 ബയോട്ടിൻ നമുക്ക് അറിയാവുന്നതാണ്. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സീഡും വരുന്നതാണ്. നമ്മളിപ്പോ ഹെയറിനൊക്കെ വരുന്നതാണല്ലോ നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ ഫോളേറ്റ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് പോലത്തുള്ളത് തന്നെയാണ്. B9, B12 കോബ്ലാമിൻ ആൻഡ് വിറ്റമിൻ സി ആസ്കോർബിക് ആസിഡ്. അത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. താങ്ക് യു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അടിപൊളി. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്. ബാക്കിയുള്ളവരൊന്നും പ്രസന്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് എടുക്കാത്തത്. ബാക്കി ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഏതൊക്കെ വിറ്റമിൻസ് ആണെന്ന് മാത്രം എഴുതിയിട്ട് വരാൻ പറഞ്ഞു. ഒന്ന് തയ്യാറാക്കാൻ പറഞ്ഞാൽ എല്ലാരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ ഞാൻ അത് സത്യമാണ്. ഞങ്ങളുടെ ക്ലാസ്സിന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകാരെല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. എപ്പോഴും അങ്ങനെ പറഞ്ഞോളൂ. ആള് ചെയ്തത് നന്നായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും വാട്ടർ സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും എന്താണെന്ന് നിൽക്കുന്ന ഒരു ധാരണ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ +2 കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളായിരിക്കും. അവർ നമ്മളോട് ചോദിക്കും എന്താണ് ഫാറ്റ് സോൾബിൾ, എന്താണ് വാട്ടർ സോൾബിൾ. ജസ്റ്റ് നിങ്ങൾക്കൊരു അറിവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബാക്കി എല്ലാവരും നമുക്ക് ഏകദേശം അറിയാം.
പിന്നെ ഇതും നമ്മൾ അല്ല ചെറിയ ടീച്ചർ അത് പറഞ്ഞാൽ നല്ലതായി. അതുകൊണ്ട് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി. നമ്മൾ മുമ്പേ തന്നെ കുറച്ച് സെർച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അറിവ് ലഭിക്കുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കുറച്ചും കൂടി ധാരണ ഉണ്ടാവും അതിനെ കുറിച്ചിട്ട്. ഒരു അത്യാവശ്യം നമുക്ക് ഇത് കിട്ടും. ഇതേപോലൊരു പോർഷൻ ഉണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫോളോ ചെയ്യേണ്ട ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, കാലോറീസ് ഒക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ ബാലൻസ്ഡ് ഡയറ്റിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിക്കൊള്ളുമല്ലോ. ഡയറ്റീഷ്യനെ പോയി കാണേണ്ടി വരുമോ ടീച്ചറെ? ഡയറ്റീഷ്യനെ പോയി കാണണം. എന്തിനുള്ള ഡയറ്റാ മിസ്സേ? എന്തിനുള്ള ഡയറ്റാ? അറിയില്ല എങ്ങനെ ഉണ്ടാക്കപ്പോ, നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. ചെറിയ സെർച്ച് ചെയ്താൽ കിട്ടിയിട്ടില്ല. അല്ലടാ, കുഞ്ഞു കുട്ടികൾക്കുള്ള ഡയറ്റ് പ്ലാൻ ആണ്. ഇപ്പൊ മോന് കൊച്ചിന് എങ്ങനെ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത്, ഈ ഡയറ്റ് ഫോളോ ചെയ്യണം. എത്ര വയസ്സുള്ള കുട്ടികൾക്കാ ടീച്ചറെ ഉദ്ദേശിക്കുന്നത്? 3 to 6 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ. ഇവിടെ ഓക്കെ 3 to 6 ഉണ്ടാ. നമ്മള് ഡയറ്റ് പ്ലാൻ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യണത്. ഇന്ന ഡയറ്റ് കൊടുക്കണം, ഇന്ന ആഹാരങ്ങൾ, ഡയറ്റ് പ്ലാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ തയ്യാറാക്കി വരും. 3 times 1 വീക്കത്തെയാ? അല്ല, ഡെയിലി പോരെ? ഒരു 1 day ആയിരത്തെയോ? ഒരു 1 day എന്താണ് 1 ഡേയില് എല്ലാ ഡയറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറ്റുമോ? ഒരു 1 week ആയിക്കോട്ടെ. ഏതൊക്കെ 1 week ആയാലാണ് നമുക്ക് എല്ലാ ഡയറ്റും ഡയറ്റ് നമ്മൾ ഉണ്ടാക്കാൻ ടീച്ചറെ 1 വീക്കിന്റെ ഡയറ്റ് അല്ലേ ഉണ്ടാവുക? 1 week മതി കേട്ടോ. 1 week മതി. ഒരു ഏതൊക്കെ ഫുഡ്, എല്ലാ ഫുഡും അതിൽ ഇൻക്ലൂഡ് ആവണം. നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി ടീച്ചറെ? വേറെ ചാപ്റ്റർ ആയിട്ട് എഴുതാൻ മതി? അല്ല, എന്റെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. എന്റെ നോട്ട്ബുക്കില്ലേ? ടീച്ചറുടെ നോട്ട്ബുക്കിൽ എഴുതാല്ലേ? എഴുതിയാൽ മതി. അതൊന്ന് തയ്യാറാക്കി വെക്കട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാവർക്കും കിട്ടിയില്ലേ പോർഷൻ എന്താണെന്ന്? ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കിയാൽ മതി. അതിന് മിസ്റ്റേക്കോ 3 to 6 age അല്ലേ? 3 to 6 അല്ലേ പറഞ്ഞ ഏജ്? 3 to 6 PKG സ്റ്റുഡൻസ് ആണല്ലോ നമ്മള് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളും 3 to 6 ആണല്ലോ. അപ്പൊ ആ ഒരു സെഷനിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ കേട്ടോ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്തില്ലേ? സൈൻ ഔട്ട് ആരെന്ന് പറഞ്ഞേ? പറഞ്ഞു. Teachers, I love you. Teachers, I praise you. Teachers, I thank you for everything you do. You are so nice. You are so kind. You are so hard to lighten up my life. Teachers, I love you. Teachers, I praise you. Teachers, I thank you for everything you do. Thank you. Thank you. ഷിനിയാണ് കേട്ടോ ടീച്ചർ എന്ന് പറഞ്ഞു. ഷിനിയല്ലേ? ഷിനിയല്ലേന്ന് പറഞ്ഞത്? അതെ. ഷിനിന്ന് കണ്ടവരിൽ കാണേണ്ട പേര് അതാണ് വായിച്ചത്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. താങ്ക് യു ടീച്ചർ.